ഞാൻ തിരിച്ച് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് നാട്ടിലെത്തിയത്. നാട്ടിലെത്തിയപ്പോ എന്റെ ആൾ എന്നെ കാണാൻ വേണ്ടി വന്നു. നല്ല ഹൈറ്റും വെയിറ്റൊക്കെയുള്ള ഒരാളാ. അപ്പൊ അയാൾ വളരെ ക്ഷീണം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, തമാശ രീതിയിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോ എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പോ സലാം പറഞ്ഞു, ഉസ്താദ് റാഹത്തല്ലെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇയാളോട് നിങ്ങളെന്താ ഒരു ദിവസം 2 നോമ്പ് എടുത്തിട്ടുണ്ടോ, നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ടല്ലോ റമദാനില്. അപ്പൊ ഇയാള് ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഇയാൾക്ക് വല്ലാതെ സങ്കടം പിടിച്ച പോലെ ഇയാളെ കണ്ണെല്ലാം നിറഞ്ഞുപോയി. അത്രയും കടുപ്പുള്ള ചോദ്യം ഒന്നല്ല, ഞാൻ നിസ്സാരമായ ചോദ്യം ചോദിച്ചത്. അപ്പൊ ഇയാൾ വല്ലാതെ സങ്കടത്തിലായപ്പോ എന്തോ കാര്യം പറയാനാ വന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇയാളോട് ചിന്തകൾ വിഷയങ്ങളെന്താ വലിയ സങ്കടത്തില്. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ കാര്യം പറയാനുണ്ട്. അങ്ങനെ ഇയാൾ എന്നോട് പറഞ്ഞു, ഇയാള് പറയാണ് 5-8 വർഷം, കുറെ വർഷമായി ഞാൻ അബുദാബിയിലാണ്. ഇയാൾ കുറെ വർഷമായി നാട്ടില് നോമ്പിന് കൂടിയിട്ട് മക്കളുടെ ഭാര്യന്റെ കൂടെ. ഇയാൾക്ക് 2 പെൺകുട്ടി, ഒരാണോ. മൂത്ത മകൻ +2 പഠിക്കുക, മറ്റു 2 ചെറിയ കുട്ടികളാ. ഇയാള് പറയാണ്, കുറെ വർഷങ്ങളായി റമദാനില് കുടുംബത്തിന്റെ കൂടെ കൂടിയിട്ട് അങ്ങനെ കൂടാൻ വേണ്ടിട്ട് വന്നതാ. തറാവീഹിന് പള്ളിയിൽ പോയപ്പോ ഇയാളെ മകൻ തറാവീഹ് നിസ്കരിക്കാൻ പള്ളിയിലില്ല. മകൻ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലില്ല. ഇയാള് തീരുന്നത് വരെ തിരിഞ്ഞു മാറിയൊക്കെ നോക്കി, ഓരോ 2 റക്അത്ത് നോക്കി, ഇല്ല. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഉറുദിയൊക്കെ കഴിഞ്ഞിട്ട് ഇയാള് വീട്ടിലേക്ക് വരുമ്പോ അവിടെ റോഡ് സൈഡിലുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് അടിയിൽ 2 കല്ലൊക്കെ വെച്ചിട്ട് കുറെ കുട്ടികൾ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ വെറുതെ മൊബൈലും കൊണ്ട് കളിക്കുന്ന സ്ഥലം. ഇയാൾ ആ സ്ഥലത്ത് നോക്കുമ്പോ ഇയാളെ മകനും വേറെ കുറെ ചെറുപ്പക്കാരും കൂടി സിഗരറ്റ് വലിക്കുകയാണ്. റമദാന്റെ പകലൊന്നുമല്ല, രാത്രി തന്നെയാണ്. അപ്പൊ അവിടെ കഞ്ചാവൊക്കെ വിൽക്കപ്പെടുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശമാണ്. പഞ്ചായത്തിന്റെ ആളുകൾ ഒരു ബൾബ് കൊണ്ടുവച്ചാൽ ഒരാഴ്ചക്കുള്ളത് പോകുന്ന സ്ഥലമാണ്. അങ്ങനത്തെ ഏരിയ. ഈ നാട്ടിലൊന്നും അങ്ങനത്തെ കച്ചറൊന്നും ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കുട്ടികളൊക്കെ നന്നാക്കി തരട്ടെ. അപ്പൊ ഇയാള് പറയാണ്, എനിക്ക് ഭയങ്കര വിഷമായി പോയി, പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. കുറെ കൂട്ടുകാരിലൊക്കെ ഉണ്ട്, ഞാൻ കണ്ടതായിട്ട് നടിച്ചില്ല. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. ഏതായാലും വീട്ടിലേക്ക് വരുമല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോ പള്ളിയിൽ നിന്ന് വരുന്നത് പോലെ വീട്ടിലേക്ക് വന്നു. ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല, എനിക്കൊന്നും ഇറങ്ങിയില്ല. എന്റെ ഉമ്മയോട് ഞാൻ വിഷയം പറഞ്ഞു, എന്റെ ഭാര്യയോട്. അങ്ങനെ ഇവൻ പള്ളിയിൽ നിന്ന് വരുന്ന പോലെ വന്നപ്പോ ഞാൻ ഇവനെ പിടിച്ചിട്ട് ഞാൻ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോ ഇവൻ തർക്കുത്തരം പറയാണ്, ഉസ്താദേ എന്റെ മകനങ്ങ് വളർന്നുപോയി. ഇവൻ തർക്കുത്തരം പറയാണ്, ചോദിച്ചതിന് നേരെ മറുപടി പറയുന്നില്ല. ഇവനിങ്ങനെ തട്ടിന് മുട്ട് പറഞ്ഞപ്പോ ഇവന്റെ പ്രവർത്തനം നേരത്തെ ഞാൻ കണ്ടതല്ലേ. ഞാൻ ഇവന് ഒറ്റടിയങ്ങ് കൊടുത്തു. 18 വയസ്സുള്ള മകനെ ഞാൻ അടിച്ചു എന്ന് അയാള് പറയുന്നത്. ഒരടി കിട്ടിയപ്പോ ഇവന് മാറ്റമൊന്നുമില്ല. പിന്നെ ഇവനിങ്ങനെ കയർക്കാണ്. ഞാൻ അങ്ങോട്ട് കയർക്കുന്നതിന് പോലെ അവൻ ഇങ്ങോട്ടാ കയർക്കുന്നത്. ഒന്നുകൂടി കൊടുത്തു ഞാൻ. ഉസ്താദേ, 3ാമതെന്റെ കൈപൊന്തുന്ന സമയത്ത് എന്റെ മകൻ എന്റെ മുഖത്തടിച്ചു കളഞ്ഞു. സുബ്ഹാന ജല്ല ജലാലു. ഈ കഴിഞ്ഞ റമദാൻ, ഇത് കിതാബിൽ കണ്ടതല്ല, പത്രത്തിൽ വായിച്ചതല്ല, ഒരാള് ലൈവായിട്ട് എന്നോട് പറഞ്ഞതാ. ഒരാളൊരു ബാപ്പ വന്നിട്ട് പറഞ്ഞതാ, ഇയാളുടെ മകനെ അയാൾ അടിച്ചു കളഞ്ഞു. ഇയാള് പറയുന്നത്, ഈ മകന് ഒറ്റപ്പിടുത്തത്തിന് ഇവനെ താഴെയിടാനും ഒരൊറ്റടിക്ക് ഇവനെ മയ്യത്താക്കാനും എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇവന്റെ കൈ എന്റെ മുഖത്തടിച്ചപ്പോ പിന്നെ എനിക്ക് കൈ അനങ്ങുന്നില്ല. പിന്നെ എന്റെ ശരീരം മുഴുവനും തളർന്നുപോയി ഉസ്താദേ. ഇവന്റെ ഉമ്മാന്റെ മുമ്പ് നിന്നാണ് ഇവൻ അടിച്ചു കളഞ്ഞത്. ഞാൻ ഇവനോട് സംസാരിക്കുന്ന ഒച്ച കേട്ടിട്ട് നേരത്തെ ഉറങ്ങിയ 2 മക്കൾ എഴുന്നേറ്റിട്ട് അവരെ മുമ്പിൽ നിന്നാണ്, അവരും അവിടെ ഹാജറാണ്. അവരെ മുമ്പിൽ നിന്നാണ്, ഇവന്റെ അനിയത്തിമാരുടെ മുമ്പിൽ നിന്നാണ് ഇവൻ എന്നെ അടിച്ചു കളഞ്ഞത്. പിന്നെ ഞാനൊന്നും ചെയ്തില്ല, പട്ടിണി കിടന്നു ഞാൻ. റമദാൻ ഒന്ന് കഴിയട്ടെ എന്ന് കരുതി 1-2 ആളുകൾ നാട്ടിലിങ്ങനെ മെല്ലെ മെല്ലെ ഈ വിഷയം ഇങ്ങനെ അറിയുന്നുണ്ട്. കുട്ടികളോ മറ്റോ പറഞ്ഞതാണോ എന്നറിയില്ല. ഇയാൾ വലിയ സങ്കടത്തിലാണ് ഇയാൾ വന്നിരിക്കുന്നത്. ഇയാൾ മാനസികമായി തളർന്നുപോയി.
ഞാൻ ഗൾഫ് പോയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ചോദിക്കുന്നത്. ഇനി എന്റെ മകനെ ഞാൻ എന്തിനാ വളർത്തുന്നത് എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. എന്റെ പ്രതീക്ഷയായ പൊന്നുമോനാണ് എന്റെ മുഖത്തടിച്ചത്. സുബ്ഹാനല്ലാഹ്, എനിക്ക് കേട്ടിട്ട് വല്ലാത്ത ടെൻഷൻ എനിക്കുമായി പോയി. ഒരു പ്രതീക്ഷയോടെ വളർത്തുന്ന മകൻ ബാപ്പാന്റെ തല്ലുകൊണ്ടാൽ എന്താണുള്ളത്? പക്ഷേ തിരിച്ചടിക്കാൻ മാത്രം നമ്മുടെ യുവത്വം വളർന്നുപോയി. ബാപ്പാന്റെ മുഖത്തടിക്കാൻ മാത്രം മക്കള് വളർന്നുപോയ കാലം. സഹോദരങ്ങളെ, ഇത് ഖിയാമത്തിന്റെ ലക്ഷണമായി ഹദീസിൽ പറഞ്ഞ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കാര്യമാ പറയുന്നത്. ചോദിക്കട്ടെ, ഞാൻ ആ ഉപ്പാക്ക് മനസമാധാനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യം കുറച്ച് ദുആ ചെയ്ത് കൊടുക്കലാണ്. എനിക്ക് പറ്റുന്ന 1-2 ദിക്റും സ്വലാത്തൊക്കെ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. മകൻ നന്നാകാനുള്ള 1-2 കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അയാളെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഖത്തീബ്, എന്റെ നാട്ടിന്റെ അടുത്തുള്ള ഒരു പ്രദേശമാണ്, ആ നാട്ടിലെ ഖത്തീബ് എനിക്ക് പരിചയമുള്ള ഒരാളാണ്. ഞാൻ അയാളെ വിളിച്ചു, ഇവരെ ഇങ്ങനെ ഇവരെ രാഷ്ട്രീയമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ നാട്ടിലൊക്കെ ഏകദേശം ആളുകൾ അറിഞ്ഞിട്ടുണ്ട് എന്നാ അയാൾ എന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് വിളിച്ചത്. അപ്പോ ഈ ഉസ്താദ് പറയാണ്, ഞാൻ ഇയാളുടെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ അറിയുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ എന്താണ് ആ വിഷയത്തിൽ ചെയ്തതെന്ന് വെച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, ഉസ്താദേ, അയാൾക്ക് അങ്ങനെ തന്നെ കിട്ടിയാ പോരാന്ന് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ എന്നല്ല എന്റെ അർത്ഥം. അയാൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന ഈ മൗലാന്റെ മറുപടി, ഖത്തീബിന്റെ മറുപടി. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ പറഞ്ഞു, ഇന്നാലില്ല, അങ്ങനെയുണ്ടോ ഉസ്താദെ പറയല്? നമ്മളൊരു മുസീബത്ത് ഒരു സമൂഹത്തിൽ പ്രശ്നം നടക്കും, അങ്ങനെയാണോ പറയേണ്ടത് എന്ന്. അപ്പൊ ഇയാള് പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾ കേട്ടാൽ അങ്ങനെ നിങ്ങളും പറയുള്ളൂ. ഇപ്പൊ ഞാൻ ഇയാളോട് ഫോണിലാണ് ചോദിക്കുന്നത്. ഇയാളോട് ഞാൻ ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞെന്തറിയോ, ഉസ്താദെ, കഴിഞ്ഞ പ്രാവശ്യം ഇയാള് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് 2 വർഷം മുമ്പ് ഇയാള് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഇവൻ 9ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുക. ഈ ചെക്കൻ, ഈ കുട്ടി 9ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുക. ആ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഇവനില്ലാത്ത വികൃതിയില്ല, ക്ലാസ്സിൽ ഇവനെ കൊണ്ട് നിർക്കപ്പൂർത്തിയില്ല, മറ്റു കുട്ടികൾക്ക് മുഴുവൻ ഇവനെ കൊണ്ട് അലമ്പാണ്. ഞാൻ ഇവനും നന്നാകട്ടെ എന്ന് കരുതിയിട്ട് വടിയെടുത്തിട്ട് ഈ പ്രാവശ്യം അങ്ങ് സഹിച്ചുകൂടാഞ്ഞിട്ട് 2-3 പൊട്ടിച്ചതാണ്. 2-3 അടി അങ്ങ് കൊടുത്തു. ആ സമയത്ത് എന്നോട് സമ്മതം പോലും ചോദിക്കാതെ അടിയും കൊണ്ട് ഇവന്റെ പുസ്തകം എടുത്തിട്ട് ഇവൻ ഇറങ്ങിയങ്ങ് പോയി മദ്രസയെന്ന്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവന്റെ ബാപ്പ, ഈ പറയുന്ന ആൾ, ഇവനെ ഈ കുട്ടിനെയും കൂട്ടിയിട്ട് ഇങ്ങ് വന്നു. എന്റെ 100 കണക്കായ മദ്രസയിൽ എന്റെ മക്കളെ മുമ്പിൽ നിന്ന് 5-6 ഉസ്താദുമാരുണ്ട്, മുഅല്ലിമീങ്ങൾ, അവരെ മുമ്പിൽ നിന്ന് എന്നെ വിളിക്കാത്ത ചീത്തയില്ല, എന്നെ പറയാത്ത വാക്കുകളില്ല. അന്നയാൾ എന്നോട് പറഞ്ഞത്, എന്റെ മോനെ ഞാൻ ചോറ് കൊടുത്തു പോറ്റുന്ന മോനാണ്, നിങ്ങളല്ല എന്റെ മക്കൾക്ക് ചോറ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ അറിയില്ല, നിങ്ങൾ പഠിപ്പിക്കണ്ടെന്നാ പറഞ്ഞത്. എന്റെ മോനെ നിങ്ങൾ പഠിപ്പിക്കണ്ട, നാട്ടുകാർക്ക് മറ്റുള്ളവർക്ക് തല്ലാനല്ല ഞാൻ എന്റെ മകനെ വളർത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാള് പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഞാൻ ചൈൽഡ് ലൈനിലും മറ്റും കേസ് കൊടുക്കുമെന്നാണ് ഇയാള് പറഞ്ഞത്. ഞാനാണെങ്കിൽ സുബ്ഹാനല്ലാഹ് കേസും കൊണ്ടാൻ വേണ്ടിയും പേടിച്ചിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇവന്റെ കുരുത്തക്കേട് സഹിക്കായിട്ട് അടിച്ചുപോയതാണ്. ഇയാളെ കാല് പിടിച്ചിട്ടെങ്കിലും സാറില്ല, ക്ഷമാപണം നടത്താൻ ഞാൻ റെഡിയായിരുന്നു എന്ന് 100 കണക്കായ മദ്രസയിലെ മക്കള് കേൾക്കുന്ന നിലക്ക് എന്റെ കൂടെയുള്ള സ്റ്റാഫുകളെ മുമ്പിൽ നിന്ന് എന്നെ വിളിച്ച ചീത്തയ്ക്ക് കണക്കില്ല. അങ്ങനെ പറഞ്ഞ് എന്റെ മോനെങ്ങും പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയതാണ് ഇയാള്. പിന്നെ ഗൾഫ് പോയി 2ാമത്തെ വരവാണ് ഈ വന്നത്. ഈ ആദ്യത്തെ വരവ് തന്നെയാണ് ഇയാളെ കവാലക്കുറ്റിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത് എന്നാണ് ഈ ഉസ്താദ് ചോദിക്കുന്നത്. ഞാൻ എന്റെ സദസ്സിനോട് ചോദിക്കുന്നു, എന്റെ ഉമ്മമാരോട് ചോദിക്കുന്നു, ആ ബാപ്പയോട് നിങ്ങൾക്കുണ്ടായ സങ്കടം എവിടെ? ആ ബാപ്പനോട് നമ്മളെ കൽബിൽ വേദന ഉണ്ടായിരുന്നില്ലേ ആദ്യം കേൾക്കുമ്പോ? എന്നാ ഇപ്പൊ ഞാനിത് പറയുമ്പോ നമുക്ക് ആ ബാപ്പയോട് എവിടെയാണ് നമ്മുടെ സ്ഥാനമുള്ളത്? ആരാണ് ഈ കുട്ടിയുടെ കൈപൊക്കിയിട്ട് ഈ ബാപ്പന്റെ കവാലക്കുറ്റി കരണക്കുറ്റിക്ക് അടിപ്പിച്ചതാരാണ്? ആ ബാപ്പ തന്നെയല്ലേ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, തഖ്വയുള്ള ആളുകൾക്ക് അനുകരിക്കാൻ പറ്റുന്ന നിലക്ക് ഞങ്ങളെ ഒന്ന് നന്നാക്കി തരണം അല്ലാഹ് എന്ന് ബാപ്പമാര് ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയാണ്. സഹോദരങ്ങളെ, ബാപ്പമാര് മക്കളെ ശരിയായ നിലക്ക് വളർത്തിയിട്ടില്ലെങ്കിൽ, പഠിപ്പിക്കേണ്ടതുപോലെ മക്കളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ,
ബാപ്പയുടെ മുഖത്തടി കിട്ടുന്ന മകനുണ്ടാകും, ബാപ്പയെ ശകാരിക്കുന്ന മകനുണ്ടാകും. അതുകൊണ്ട് നല്ല മക്കൾ നമ്മുടെ കുടുംബത്തിൽ വളരാൻ അവന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അധ്യാപനം പഠിപ്പിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം പഠിപ്പിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ് അതവൻ പഠിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. നമ്മുടെ രക്ഷിതാക്കളത് ഉപയോഗപ്പെടുത്തുന്നില്ല. അവിടെയാ പ്രശ്നം. അള്ളാഹു റഹ്മത്താക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ.